ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. രാവിലെ ഇങ്ങനെ ചൂട് കാപ്പിയോ ചായയോ ഒക്കെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയല്ലേ. ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ മാറി സമ്മർ സീസണൊക്കെ ഇങ്ങനെ കഴിഞ്ഞു ഓട്ടം സീസണിലേക്ക് കിടക്കുകയാണ്. അപ്പം അതിൻ്റേതായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ചെറിയ ചെറിയ തണുപ്പും കാറ്റും മഴയും ഒക്കെ ആയിട്ട് വരികയാണ്. പക്ഷേ ഇത്തവണത്തെ സമ്മർ ഒരുപാട് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് നാട്ടിലേക്ക് ഒന്ന് പോയി വന്നു. രാവിലെ ഇങ്ങനെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് നടക്കും. ഇപ്പോൾ ഈ സമ്മർ സീസൺ ആയിരുന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. നിറയെ പൂക്കളും ഒക്കെ ആയിട്ട്. അത് സമ്മറിൻ്റെ അതങ്ങോട്ട് മാറി ഓട്ടത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ വ്യത്യാസങ്ങളുണ്ട്. വിൻ്റർ ആകുമ്പോൾ ഇതിനകത്തൊട്ടും ലീഫൊന്നും കാണില്ല. മുഴുവൻ പോയിട്ട് ഇങ്ങനെ ഒട്ടും ലീഫൊന്നും ഇല്ലാതെ നമ്മൾ പറയില്ലേ ചുള്ളിക്കമ്പ് പോലെ നിൽക്കുമായിരിക്കും. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ചെടി ഈ മരങ്ങളൊക്കെ ഇനിയിപ്പോൾ ഒന്നിനും പറ്റത്തില്ല, നമ്മൾ അതിനെ വെട്ടിമാറ്റി ആകേണ്ടി വരും, ഇതിനകത്തൊന്നും കാണില്ല എന്ന് വിചാരിക്കും. പക്ഷേ സമ്മർ ആകുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ കിളിച്ച് വരും, നിറയെ പൂക്കളാവും. അതിനകത്ത് ഇതുപോലെ ചെറിയ ചെറിയ എന്തൊക്കെയാണോ ഫ്രൂട്ട്സൊക്കെയാണോ അതൊക്കെ നിറയെ ഉണ്ടാവും. സ്പ്രിങ് ആകുമ്പോഴും സമ്മർ ആകുമ്പോഴൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നിറയെ പച്ചപ്പും പൂക്കളും ഒക്കെ ആയി. ഇനി ഏത് സീസൺ ആണെങ്കിലും അത്യാവശ്യം നല്ല കാറ്റായിരിക്കും ഇവിടെ എപ്പോഴും. അപ്പോൾ കൂടുതലും സമ്മർ സീസണൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടല്ലോ, കൂടുതലും തുണിയൊക്കെ നമ്മൾ പുറത്തിട്ടാണ് ഉണക്കുന്നതൊക്കെ. ചെറിയ വെയിലൊക്കെ ഉള്ളപ്പം ചെടികളാണെങ്കിലും നന്നായിട്ടുണ്ടാകും. അത്യാവശ്യം വെജിറ്റബിൾസും ചെടികളും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായതിൻ്റെ ഇങ്ങനെ വിത്തുകളൊക്കെ വീണ്ടും കുറേ കിളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ചില ചെടികൾക്കൊക്കെ ഒരു ചെറിയ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് വീഡിയോ നമ്മുടെ ഗാർഡൻ ടൂർ കാണിച്ചപ്പോൾ കണ്ടിരുന്നല്ലോ കുറേ ചെടികളും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ. ഇത് നമ്മൾ സ്ട്രോബെറിയുടെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ആദ്യം വന്ന സമയത്ത് ഇതിൻ്റെ ഇലകളെല്ലാം വാടി ഒരു മഞ്ഞ കളറായി ഇങ്ങനെ പോകാവുന്ന പോലെ നിൽക്കുമായിരുന്നു. അപ്പം സമ്മർ ആയതുകൊണ്ട് നമ്മളകത്ത് വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് വളവും വെള്ളമൊക്കെ ഒഴിച്ച് വന്നപ്പോൾ വീണ്ടും കുഴപ്പമില്ലാതായി. 1-2 ചെറിയ ചെറിയ സ്ട്രോബെറീസൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ 1-2 ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ, നല്ല ചുമന്ന് തുടുത്ത സ്ട്രോബെറി. വളരെ പെട്ടെന്ന് തീരുമാനിച്ച് വളരെ പെട്ടെന്ന് പോയി, വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചും വന്നു നാട്ടിൽ പോയിട്ട്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ സാവധാനം ആ വീഡിയോകളൊക്കെ ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ നല്ല നല്ല ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയതൊക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാമേ. ശരിക്കും നല്ല നല്ല കാഴ്ചകൾ, ഓർമ്മകൾ തന്നൊരു സമ്മറായിരുന്നു ഇത്. ഇവിടെ സീസൺ അനുസരിച്ച് ഈ പ്രകൃതി മാത്രമല്ല മാറുന്നത് കേട്ടോ. ഇവിടെയുള്ള എല്ലാത്തിലും അത് വ്യത്യാസമുണ്ട്. ഇവിടെ ഡ്രസ്സിങ്ങിലാണെങ്കിലും നമ്മൾ ഓരോ സീസൺ അനുസരിച്ച് വരുമ്പോൾ സമ്മറിൻ്റെയും വിൻ്ററിൻ്റെയും ഒക്കെ ക്ലോത്തുകൾ കാര്യങ്ങളൊക്കെ മാറും. പിന്നെ ഇവിടുത്തെ ഡെക്കറേറ്റീവ് കാര്യങ്ങളൊക്കെ മാറും. നമ്മുടെ നാടുകളിലൊക്കെ ഓണം സീസൺ ആകുമ്പോൾ ഓണത്തിൻ്റെ കുറച്ച് ഇതൊക്കെ നമ്മൾ ചെയ്യില്ലേ, ഇതുപോലെ ഓരോ സീസൺ അനുസരിച്ച് ഇവിടെ ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. പിന്നെ ഹാലോവീൻ വരുന്നുണ്ട്, ഓട്ടം സീസൺ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയപ്പോൾ കണ്ടതായത് കേട്ടോ.
ഒരുപാട് കാര്യങ്ങൾ ഹാലോവിൻ്റെ പംകിൻസ് ലീഫുകളൊക്കെ ഡ്രൈ ലീഫ് കൂടുതലൊരു എർത്തി ടോണാണ്. ഒരു എന്താ ബ്രൗൺ, റെഡ്, യെല്ലോ, ഓറഞ്ച് ഇതിൻ്റെയൊക്കെ ഒരു ഷെയ്ഡായിരിക്കും കൂടുതൽ ഓട്ടം സീസൺ ആകുമ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹാലോവിൻ്റേതായിട്ടാണ് മെയിനായിട്ടും വരുന്നത് ഈ പംകിനായിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട് ചേഞ്ച് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്ന ആ സമ്മർ സീസൺ മാറി ഇനി ഓട്ടത്തിലേക്ക് പോവാണ്. എനിക്കും ഇഷ്ടം ഇങ്ങനെ ഒരു സീസൺ അനുസരിച്ച് നമ്മുടെ വീടും റൂമും ഒക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ. സ്പ്രിങ് ടൈം ആയപ്പോഴും ക്രിസ്മസും ഈസ്റ്ററും അങ്ങനെ എല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്തായിരുന്നു. ഇതേപോലെ ഓരോ തീം അനുസരിച്ചിട്ട് കൂടുതലും ഞാൻ ചെയ്യുന്നത് എൻ്റെ തന്നെയായിട്ടുള്ള എന്തെങ്കിലും ചെറുതായിട്ട് എന്തൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. ഞാൻ അധികം സാധനങ്ങളൊന്നും ഇങ്ങനെ വാങ്ങാറില്ല. അതിനെ എന്തെങ്കിലുമൊക്കെ മോഡിഫൈ ചെയ്തിട്ട് റീക്രിയേറ്റ് ചെയ്തൊക്കെ ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇനി ഓട്ടം സീസണിലേക്കുള്ള എല്ലാം ഒന്ന് മേക്ക് ഓവർ ചെയ്ത് വീടും റൂമും ഒക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കണം. എല്ലാം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാം ആ ഒരു കളർ കോമ്പിനേഷനാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. കൂടുതലും ഓറഞ്ച്, റെഡ്, ബ്രൗൺ, ഗ്രീനൊക്കെ ഒരു ഷെയ്ഡാണ് ഓട്ടത്തിൻ്റെ. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഒരുപാട് നല്ല ഓർമ്മകളും യാത്രകളും ഒക്കെയുള്ളൊരു നല്ലൊരു വെക്കേഷൻ ടൈമായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഓട്ടം ടൈം നമുക്കിതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുക. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.